ആരും സ്വന്തം ജീവിതത്തിൽ നിരാശ വന്ന് വിഷമവും വേദനയും വിഷാദവും ഏറ്റിക്കൊണ്ട് നടക്കേണ്ടതില്ല. നമുക്ക് പലപ്പോഴും ഉണ്ടല്ലോ, പല വിഷമങ്ങൾ വരുമ്പോൾ നിരാശ നമ്മളെ പിടികൂടി നമ്മളെ ക്രമേണ അതൊരു മോഹഭംഗത്തിലേക്ക് അഥവാ നമ്മൾ ഇന്ന് പറയുന്ന ഡിപ്രഷനിലേക്ക്, വിഷാദത്തിലേക്ക് കൊണ്ടുപോകും. പക്ഷെ അവിടെയൊക്കെ നമുക്ക് വേണ്ടത് ഭഗവത്ഗീത പോലുള്ള കൃതികൾ വായിച്ച് പ്രചോദനം ഉൾക്കൊള്ളുക. കാരണം മനസ്സിനെ മാറ്റം വരുത്താൻ കഴിവുള്ളവരാണ്, അന്തർലീനമായ ശക്തിയുള്ളവരാണ്. ഞാനത് പറയുമ്പോൾ എൻ്റെ മുന്നിലുള്ള ഒരു അനുഭവം ഞാൻ പറയുന്നത്, ഒരു ആള്, അദ്ദേഹത്തിന് സ്ട്രോക്ക് വന്ന് വളരെയധികം അദ്ദേഹം ഡിപ്രഷനിൽ പോയി. ഈ ഡിപ്രഷൻ കൂടിയപ്പോൾ അദ്ദേഹത്തിന്റെ ശാരീരികമായിട്ടുള്ള തളർച്ചയും നടക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ കൂടി വന്ന് ആൾ അതിൽ നിന്ന് പുറത്ത് കടക്കാനേ ശ്രമിക്കുന്നില്ല. അപ്പൊ വീട്ടുകാർക്കൊക്കെ വിഷമായി, വീട്ടുകാരൊക്കെ നല്ല വിഷമത്തിലും വേദനയിലാണ്. കാരണം ഇദ്ദേഹത്തിന് ഹോപ്പ് നഷ്ടപ്പെട്ടു പോലെ. അപ്പൊ ഞാൻ ഇദ്ദേഹത്തിനോട് പറയായിരുന്നു, കാരണം ഇദ്ദേഹം പുറത്തിറങ്ങാത്ത വ്യക്തിയാണ്, നാരായണിയൊക്കെ എടുത്ത് വായിക്കൂ, ഗീതയൊക്കെ എടുത്ത് വായിക്കൂ. കാരണം എല്ലാ ഹോപ്പും നഷ്ടപ്പെട്ട എല്ലാ വൈദ്യന്മാരും കൈയൊഴിഞ്ഞ് പട്ടതിരിപ്പാടാണ് ഗുരുവായൂരപ്പന്റെ മുന്നിൽ പോയി പറയുന്നത്, എനിക്കിപ്പോൾ ആയുരാരോഗ്യ സൗഖ്യമാണ്. അപ്പൊ നോക്കൂ, ആ മാനസികാവസ്ഥയിൽ നിന്നും അദ്ദേഹത്തിന് പുറത്തു കടക്കാൻ സാധിച്ചതിന്റെ പിന്നിലുള്ള പ്രചോദനം എന്ന് പറയുന്നത് ഗുരുക്കന്മാർ തരുന്ന അനുഗ്രഹങ്ങളാണ്. അതാണ്. എവിടെയെങ്കിലും ഒരു സുഹൃതം വേണം. അർജുനനോട് കൃഷ്ണൻ ഇത് പറയുമ്പോഴുണ്ടല്ലോ, അർജുനൻ കൃഷ്ണ മനസ്സുമായിട്ടൊന്ന് ട്യൂൺഡാവുമ്പോഴാണ് അനുഗ്രഹം കിട്ടുന്നത്. അതുപോലൊരു അനുഗ്രഹം പലർക്കും കിട്ടാതെ പോന്നു. എനിക്ക് അമ്മമാരോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ ദയവ് വിചാരിച്ച് നിങ്ങളെ കുട്ടികൾക്കൊക്കെ സത്സംഗത്തിന്റെ ഒരു ഭാഗ്യം ഉണ്ടാക്കി കൊടുക്കണം. നിങ്ങൾ വീട്ടിൽ നല്ലത് പറഞ്ഞു കൊടുക്കണം. കാരണം ഒരു ഘട്ടത്തിൽ നമ്മൾ വിഷമം വന്ന് അതിന്റെ തീവ്രതയിലെത്തിയിട്ട് ഉപദേശിക്കാൻ പോയിട്ട് കാര്യമില്ല. നേരത്തെ തന്നെ മനസ്സിനെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരണം. എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? നമ്മുടെ മനസ്സ് എന്തും ചിന്തിക്കാൻ സ്വാതന്ത്ര്യമുള്ളവരാണ്. നല്ലതും ചിന്തിക്കാം, കെട്ടതും ചിന്തിക്കാം. നല്ലത് ചിന്തിച്ചാൽ നമുക്ക് നല്ലവരാവാം. വേണ്ടാത്ത ഗുലുമാലുകൾ വെറുതെ ചിന്തിച്ചു കൂട്ടി വെറുതെ മനസ്സിനെ നിരാശയിലേക്ക് അങ്ങനെയും കൊണ്ടുപോവാം. സോൾ ഇൻ അവർ ഓൺ ഹാൻഡ്. എപ്പോഴും പറഞ്ഞു കൊടുക്കേണ്ട പോയിന്റ്, മൈൻഡ് ഈസ് ഇൻ യുവർ ഹാൻഡ്, മൈൻഡ് യുവർ മൈൻഡ്. മൈൻഡ് നിന്റെ കൈകളിലാണ്, മനസ്സ് നിങ്ങളുടെ കയ്യിലാണ്, ചിന്ത നിന്റെ കയ്യിലാണ്. ആ ചിന്തകൾക്കനുസരിച്ചായിരിക്കും ജീവിതം. കാരണം നിരാശയും ചിന്തയാണ്, പ്രതീക്ഷയും ചിന്തയാണ്. നിങ്ങളുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന വിഷാദവും ചിന്തയാണ്, എന്നാൽ നിങ്ങൾക്കുണ്ടാകുന്ന പ്രചോദനവും ചിന്തയാണ്. ഇതും ചിന്തയാണ്. പക്ഷെ പ്രചോദനമാകുന്ന ചിന്തയെ പിടികൂടി ഈ വിഷാദ ചിന്തയെ വിടാൻ, അതിനാണ് അനുഗ്രഹവും ഗുരുത്വവും വേണ്ടത്. അതൊരു ഭാഗ്യമുള്ളവർക്ക് മാത്രമേ കിട്ടുള്ളൂ. അല്ലാത്തവര് ഈ വിഷാദത്തിൽ വിഷമത്തിൽ കിടന്നിങ്ങനെ കറങ്ങും. പട്ടുനൂൽപ്പുഴുവിന്റെ ഒക്കെ കഥ പറയും. അപ്പൊ അങ്ങനെ കുരുങ്ങിക്കിടന്ന് അതിൽ തന്നെ ചക്രശ്വാസം വലിച്ച് എന്റെ ജീവിതം എങ്ങനെയാ, എനിക്ക് ഇങ്ങനെ വിധിയൊന്ന് എന്നെങ്ങനെയാ കേട്ട് ദൈവം, അതാർക്കും പറ്റും. കാരണം അതൊരു ഹെൽപ്ലെസ് സ്റ്റേറ്റിലേക്ക് നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ കൊണ്ടുപോയതിന്റെ ദുരിതവും അത് നിങ്ങൾ വരുത്തി വെച്ചതാണ്. എന്നിട്ട് പിന്നെ പാവം ദൈവത്തിനെ പഴിവരെ, ദൈവമേ അല്ലെങ്കിൽ ദൈവമല്ല ആക്കിയത്. പക്ഷെ നിങ്ങൾ പറയുന്നത് ശരിയാണ്, എനിക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? കാരണം നല്ലൊരു ബന്ധമില്ലാതെ പോയി. പ്രചോദനത്തിന്റെ, പ്രോത്സാഹനത്തിന്റെ, പ്രേരണയുടെ, പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ ആ ഒരു നല്ല ഉത്സാഹം തരുന്ന ചിന്ത കണക്ട് ചെയ്യാൻ ആളില്ലാതെ പോയി. അതൊരു ഭാഗ്യക്കേട് തന്നെയാണ്. അതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. വേണ്ട സമയത്ത് പ്രചോദനം കൊടുക്കുക, തട്ടി ഉണർത്തുക. രാമായണത്തിൽ കണ്ടിട്ടില്ലേ നിങ്ങൾ, സീതാന്വേഷണത്തിന് പോവാനായിട്ട് വാനരന്മാരൊക്കെ അങ്ങനെ കടൽ തീരത്ത് അങ്ങനെ തമ്പടിച്ചിരിക്കുകയാണ്. അപ്പം അവരുടെ മുന്നിൽ ഒരു വലിയ പ്രശ്നം ഉദിച്ചു. സമ്പാദി വന്നിട്ട് പറയാണ്, നോക്കൂ, 100 യോജന ഇവിടുന്ന് ലങ്കയിലേക്ക് ചാടിയാൽ രാവണന്റെ അശോകവനിയിൽ ശിംശിക വൃക്ഷച്ചോട്ടിൽ സീതാദേവി ഇരിക്കുന്നുണ്ട്. പക്ഷെ അങ്ങോട്ട് പോയി സീതാദേവിയെ കാണണം. അപ്പൊ അടുത്ത ചോദ്യം ഇതാണ്, ആര് 100 യോജന ചാടും? അപ്പൊ സ്വാഭാവികമായിട്ടും സീനിയേഴ്സിനോടാണല്ലോ അച്ഛൻ ചോദിക്കുക. അപ്പൊ ബാലിപുത്രനായ അങ്കദനാണ് സീനിയർ. സുഗ്രീവൻ വന്നിട്ടില്ലല്ലോ, അന്വേഷണത്തിന് സുഗ്രീവനല്ലേ എല്ലാവരും പറഞ്ഞത്.
അപ്പൊ അംഗദൻ പറഞ്ഞു ജാമ്പവാനെ നോക്കിക്കൊണ്ട്, എനിക്ക് അങ്ങോട്ട് ചാടാൻ സാധിക്കും, പക്ഷെ തിരിച്ചിങ്ങോട്ട് വരാൻ പറ്റുമോ എന്ന കാര്യത്തിൽ ശങ്കയുണ്ട്. അതായത് മുഴുമിപ്പിക്കില്ലേ എന്നർത്ഥം. അടുത്ത ആളോട് ചോദിച്ചു, നളൻ, നീലൻ, അങ്ങനെ കുറെ സീനിയേഴ്സ് ഉണ്ട് അവരുടെ. ഒരാൾ പറഞ്ഞു ഞാൻ മാക്സിമം ഒരു 70 യോജനയ്ക്ക് ചാടാം, അപ്പുറത്ത് പറ്റുമെന്ന് എനിക്കറിയില്ല. പിന്നെ ഒരാൾ പറഞ്ഞു 50. പിന്നെ ഒരുത്തൻ പറഞ്ഞു എന്റെ കൂടെ ഒരുത്തനും കൂടി ചാടുകയാണെങ്കിൽ ഒരു പക്ഷേ ഞാൻ അവിടെ എത്തിയെന്ന് വരുന്നു, അതല്ല വെള്ളത്തിൽ വീഴുകയാണെങ്കിൽ രണ്ടുപേർക്കും കൂടി വീഴാനോ. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് ഒരെണ്ണവും പൂർത്തീകരിക്കുന്ന ലക്ഷ്മണല്ല. അപ്പം ജാമ്പവാൻ നോക്കിയപ്പം ഈ വലിയൊരു ഓപ്പറേഷൻ, നമ്മൾ പാകിസ്ഥാൻ ബോർഡറിലൊക്കെ ഇങ്ങനെ കാർഗിലൊക്കെ ഉണ്ടല്ലോ വിജയ് ഓപ്പറേഷൻ, അങ്ങനെ പല ഓപ്പറേഷൻസും ഉണ്ടല്ലോ. ഇവിടെ ഈ ഓപ്പറേഷൻ സക്സസ് ആവാൻ എന്താ ഇപ്പൊ ചെയ്യേണ്ടതെന്നുള്ള ഒരു പിടി കിട്ടില്ല. അപ്പോഴാണ് പെട്ടെന്ന് ജാമ്പവാന്റെ കണ്ണുകൾ ഇങ്ങനെ നോക്കുമ്പോൾ ഹനുമാൻ സ്വാമി അങ്ങനെ വളരെ ഒരുതരം മ്ലാനത പിടിച്ച് കണ്ണൊക്കെ താഴ്ത്തി മുഖമൊക്കെ ഇങ്ങനെ കുനിഞ്ഞ് ഒരു ഉത്സാഹമില്ലാതിരിക്കുന്നു. പെട്ടെന്ന് ജാമ്പവാന്റെ തലയിലേക്ക് ഓടി, ഈ ഹനുമാൻ സ്വാമി നിസ്സാരക്കാരനല്ലല്ലോ, കുട്ടിയായിരിക്കുന്ന സമയത്ത് 300 യോജന ചാടിയിട്ടുണ്ട്, അയാളുടെ മുന്നിൽ 100 യോജന എന്തിരിക്കുന്നു? അങ്ങനെയുള്ള വീരധീര ശൂര പരാക്രമിയാണ് ഈ ഇരിക്കുന്നത്. അതും ഇപ്പോൾ വളരെ ഒരു വിഷമം പിടിച്ച പോലെ, പനി പിടിച്ചു വന്നവരെ. അന്നെന്തോ കൊറോണ ഇല്ലാത്തതുകൊണ്ട് അതാണെന്ന് പറയില്ല. ഏതായാലും ഹനുമാൻ സ്വാമിയുടെ അടുത്ത് ചെന്നിട്ട് വീരശൂര പരാക്രമി എന്ന് തട്ടി ഉണർത്തുകയാണ് നമ്മുടെ ജാമ്പവൻ. തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, തും വായുപുത്രോസി എന്നാണ് ആദ്യം തന്നെ തുടങ്ങണ. നീ വായുപുത്രനാണെന്ന് മറന്നുപോയോ? കാറ്റിന്റെ ഗതിയുടെ ശക്തി നിനക്കറിയോ? പിന്നെ അങ്ങോട്ടങ്ങോട്ട് അടിച്ച് തകർക്കുകയാണ്. പറഞ്ഞു, രാമൻ നിന്റെ കയ്യിലാണ് മോതിരമേൽപ്പിച്ചത്, അങ്കുലിയമേൽപ്പിച്ചത്. രാമൻ പോരുന്ന സമയത്ത് എന്താ പറഞ്ഞറിയോ? എന്റെ ഹനുമാന് ഈ കാര്യം ചെയ്യാൻ സാധിക്കുന്ന, കാരണം അങ്ങയുടെ കോൺഫിഡൻസ് അത്രയുണ്ടായിരുന്നു, അങ്ങയുടെ കഴിവ് അത്രയുണ്ടായിരുന്നു. രാമനത് പറയാൻ സാധിച്ചിട്ടുണ്ട്. ഈ ദൗത്യം അങ്ങയ്ക്കല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ പ്രചോദനാത്മകമായ വാക്കുകൾ കേട്ട് 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 എവിടെയോ ഒരു വിഷാദത്തിൽ കുരുങ്ങിപ്പോയ ഹനുമാൻ സ്വാമി പിന്നീട് അങ്ങോട്ട് പ്രചോദനത്തിന്റെ ഒരു ഗാംഭീര്യതയിലേക്ക് അങ്ങോട്ട് വളർന്ന് വികസിച്ച് ജയ് ശ്രീറാം എന്നൊരലർച്ച, സിംഹഗർജനമായിരുന്നു. സാധാരണ ഗർജന, സിംഹഗർജനം. അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ഒക്കെ ഫലം കൂടിയിട്ട് ശരീരത്തിന്റെ ആകൃതി തന്നെ അങ്ങോട്ട് മാറിയതാണ്. കണ്ടാ പേടിയോ അത്രേ. ഇപ്പോഴും ഉണ്ട് നമുക്ക് ഹനുമാൻ സ്വാമിയുടെ അങ്ങനത്തെ ഒരു ഭീകരമായ ഒരു രൂപങ്ങൾ വെച്ചുള്ള അമ്പലങ്ങൾ, വളരെ ഭയാനകമായിട്ടുള്ള ഭജരംഗബലി എന്നുള്ള രൂപത്തില്. അങ്ങനെയാണ് ആ ഭജരംഗബലി എന്നുള്ള കൺസെപ്റ്റ് തന്നെ വന്നത്. ആ ഒരു ഗംഭീരത. പിന്നെ ഹനുമാൻ സ്വാമി ദൗത്യം പൂർത്തീകരിക്കുന്നതല്ലേ നമ്മൾ കാണുന്നത്. ഇതൊന്ന് മനസ്സിലാക്കേണ്ടത്, മൈൻഡ് ക്യാൻ ബി ചേഞ്ച്ഡ്. നമുക്ക് മനസ്സ് മാറ്റിയെടുക്കാൻ പറ്റും. മനസ്സാണ് നമ്മുടെ ജീവിതം. ആ മനസ്സിനെ മാറ്റിയെടുക്കാൻ എപ്പോഴും നമുക്ക് പുറത്തുനിന്ന് ഒരാൾ പ്രേരണയും പ്രചോദനവും തരണമെന്നില്ല. അന്ന് അർജുനന് പറഞ്ഞു കൊടുക്കാൻ കൃഷ്ണനുണ്ടായിരുന്നു. ഇന്ന് നമുക്കാര് പറഞ്ഞു തരും? അതിനാണ് നമ്മൾ ഗീത വായിക്കുന്നത്, ഗീത പഠിക്കുന്നത്. ഗീത നമ്മുടെ മുന്നിൽ ഒരു കൃഷ്ണനായി, നാം അർജുനനായി. ഇപ്പോഴൊക്കെ നമുക്ക് ചില വിഷമങ്ങൾ, ചില ജീവിത നിരാശകൾ, ദുഃഖങ്ങൾ വിടാതെ അങ്ങനെ മുറുകെ പിടിച്ച് നമ്മളങ്ങനെ അതിൽ തന്നെ ആഴ്ത്തി കൊണ്ടുപോകുമ്പോൾ അതിൽ നിന്നും സടകുടഞ്ഞ് പുറത്തു വരാനുള്ള ഒരു കരുത്തും ശക്തിയും ഊർജവും തരാൻ ഗീതാ ശ്ലോകങ്ങൾ ഇന്ന് നമ്മുടെ മുന്നിലുണ്ട്. എനിക്ക് പറയാനുള്ളത്, എല്ലാവരും കുട്ടികൾക്ക് ഈ ഗീത കൊടുക്കണം, പ്രചരിപ്പിക്കണം. ഒരു ശ്ലോകമെങ്കിലും വീടുകളിൽ ഡിസ്കസ് ചെയ്യണം. നിങ്ങൾ മക്കളോട് എപ്പോഴും ഒരു ശ്ലോകം, ഏതെങ്കിലും ഒരു ശ്ലോകം നിങ്ങൾ ഡിസ്കസ് ചെയ്യുക. ഇപ്പം ഡെയിലി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഗീതാ പ്രഭാഷണം. അതിലേതെങ്കിലും ഒരു ശ്ലോകം എടുത്തിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്യുക. നിങ്ങളുടെ കുട്ടികളിലേക്ക് ഇത് പകർന്നു കൊടുക്കുക. അത് പിൽക്കാലത്ത് അവർക്ക് ഒരാവശ്യം വരുമ്പോൾ ഭഗവത്ഗീതയിലേക്ക് നോക്കാൻ അവരെ പ്രേരിപ്പിക്കും. ഭഗവത്ഗീത ഗാന്ധിജിയുടെ ജീവിതത്തിൽ അദ്ദേഹത്തിന് ലണ്ടനിൽ പഠിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് ഭഗവത്ഗീത മനസ്സിലാക്കാനുള്ള ഭാഗ്യം കിട്ടിയത്. നോക്കണേ, ഇന്ത്യയിൽ ജനിച്ച ഗാന്ധിജി പിന്നീട് അദ്ദേഹത്തിന്റെ
കുടുംബമൊക്കെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ സൗത്ത് ആഫ്രിക്കയിലായിരുന്നു. ധാരാളം അന്ന് ഗുജറാത്തി സമൂഹം സൗത്ത് ആഫ്രിക്കയിൽ പോയി ജോലി ചെയ്യുമായിരുന്നു. അന്ന് സൗത്ത് ആഫ്രിക്കയിൽ അത്രയും റിസോഴ്സ് ഉണ്ടായിരുന്നു. ഇദ്ദേഹം അവിടെ ലോയറായിട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യായിരുന്നല്ലോ മോഹൻദാസ് ഗാന്ധിജി. അങ്ങനെ അദ്ദേഹത്തിന്റെ ബാരിസ്റ്റർ ഓഫ് ലോ പഠിക്കുന്നത് ലണ്ടനിലാണ്. അപ്പോഴാണ് അദ്ദേഹത്തിന് ഗീത പരിചയപ്പെടാൻ സാധിച്ചത്. പിന്നീട് അദ്ദേഹം ഭഗവത്ഗീത കൂടുതൽ അടുത്തടുത്ത് പഠിച്ച് നിങ്ങൾക്കറിയാം, ലോകത്തിലെ ആദ്യമായിട്ട് ഒരു രാഷ്ട്രീയക്കാരനായിരുന്നല്ലോ ഗാന്ധിജി. ആത്മീയ രാഷ്ട്രീയക്കാരനായിരുന്നു. ഇന്നത്തെ രാഷ്ട്രീയക്കാർക്ക് ആത്മീയത ഇല്ല, ഗാന്ധിജിക്ക് ആത്മീയത ഉണ്ടായിരുന്നു. ആ ആത്മീയത അദ്ദേഹത്തിന് കിട്ടിയത് ഗീതയിലൂടെ. അപ്പൊ അതുകൊണ്ട് ആദ്യമായിട്ട് അദ്ദേഹം ഭഗവത്ഗീതയ്ക്ക് ഒരു കമന്ററി എഴുതി, വ്യാഖ്യാനം. എനിക്ക് കുട്ടികളോടൊക്കെ പറയാനുള്ളത്, അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഗാന്ധിജി എഴുതിയ കമന്ററി എങ്കിലും ഒന്ന് വായിക്കുക ഗീതയുടെ. അതിന് അനാസക്തി യോഗം എന്നാണ്. എങ്ങനെ നമ്മുടെ മാനസിക പ്രശ്നങ്ങളോട് അനാസക്തരാവുക, ഒട്ടലില്ലാത്തവരായി തീരുക, ഒട്ടിപ്പിടിക്കാതെ. അതായത് നമ്മുടെ മനസ്സ് നമ്മൾ തളർത്തുന്നതിന് കാരണം ആ മനസ്സിനെ സ്വാധീനിക്കുന്ന ഒരു പ്രശ്നവുമായിട്ട് നമ്മൾ ഒട്ടിപ്പിടിക്കുന്നു. അതിപ്പോ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, നിങ്ങൾ സാധന ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഒട്ടിപ്പിടിച്ചതാണ്. അതുകൊണ്ടാണ് ആ ഒട്ടലിൽ നിന്നും മനസ്സിനെ നമുക്ക് മാറ്റാൻ പറ്റുക. ദാറ്റ് മീൻ നാം പൂർണ്ണമായും ദുഃഖത്തിൽ 100% വിക്ടിമല്ല. നമുക്കതിൽ നിന്നും പുറത്തു കിടക്കാൻ കഴിവുള്ളവരാണ്. അപ്പൊ ഒരു താതാത്മ്യം മാത്രമേ ഉണ്ടാവൂ. അപ്പൊ നമ്മളൊരു ലൈറ്റിന്റെ മുകളിൽ ഒരു കളർ പേപ്പർ ഒട്ടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ചുവന്ന കളറാണ്, ചുവന്ന ലൈറ്റ് കാണും. പക്ഷെ ലൈറ്റ് ചുവപ്പല്ല. കാരണം ആ പേപ്പറിലൂടെ വെളിച്ചം റിഫ്ലക്ട് ചെയ്യുമ്പോൾ, ആ വെളിച്ചം അതിലൂടെ പുറത്തു വരുമ്പോൾ ആ ചുവപ്പിന്റെ വർണ്ണം ആ വെളിച്ചത്തിലൂടെ നമ്മൾ കാണുകയാണ്. എപ്പോൾ നിങ്ങൾ ആ പേപ്പർ എടുത്ത് കളയുന്നു, വീണ്ടും വെളിച്ചം പഴയ ലൈറ്റ് വെളിച്ചം തന്നെയാണ്. അതിൽ ആ കളറില്ല. ഈ കളറാണ് നമ്മുടെ ചിന്തകൾ. നമ്മുടെ ഉള്ളിലുള്ള വെളിച്ചം ബോധമാണ്. ആ ബോധത്തിൽ തെളിഞ്ഞു വരുന്ന ചിന്തകളാണ്. ആ ചിന്തകളാണ് പല അനുഭവങ്ങളോടും താതാത്മ്യപ്പെട്ട് നമ്മളെ ആ അനുഭവത്തിന്റെ ഇരകളാക്കി മാറ്റുന്നത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ചിന്തകളെ മാറ്റിയെടുക്കാൻ സാധിക്കും. അതിനാണ് നമ്മൾ കൃത്യതയോടെ അനുഷ്ഠാനങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നത്. അതാണ് ഗാന്ധിജി രാമ 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 ജപിച്ച് 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 അവസാനം മരണത്തിന്റെ മുന്നിൽ പോലും രാം 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 എന്ന് പറഞ്ഞ് പോകാൻ പറ്റിയത്. ഈ കരുത്തൊക്കെ അവർക്ക് നേടാൻ സാധിച്ചത് അവരുടെ കൃത്യമായ അനുഷ്ഠാനങ്ങളിലൂടെ. നിങ്ങൾ നോക്കൂ, ഇന്നത്തെ കോൺഗ്രസ്സുകാരോടൊന്ന് ചോദിക്കുക, ഗാന്ധിജി ദിവസവും അനുഷ്ഠിച്ചിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്ന് ചോദിച്ചു നോക്കൂ. ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരാം, ഗാന്ധിജിയുടെ നിത്യാനുഷ്ഠാനങ്ങളെ കുറിച്ച് അറിയുന്ന കോൺഗ്രസ്സുകാർ വിരലിൽ എണ്ണാവുന്നവരായിരിക്കും. വിരളമായിരിക്കും, വിരലിൽ എണ്ണാവുന്നവരുണ്ട്. അത് കൃത്യമായി പാലിക്കുന്ന ചില കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്. പക്ഷെ അവരൊന്നും മുഖ്യധാരയിലേക്ക് വരാറില്ല. ഞാൻ കണ്ട വളരെ അപൂർവം അങ്ങനെ കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്. ഗാന്ധിജിയുടെ ജീവിതാനുഷ്ഠാനങ്ങളെ ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ജീവിതത്തിലും അത് അനുഷ്ഠിക്കുന്നവർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എപ്പോഴെങ്കിലും നിങ്ങൾ പാലക്കാട് കൊല്ലങ്കോട് വഴിക്കൊക്കെ ഒന്ന് പോവുക, ചിറ്റൂർ എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് പഴയ കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ ഒന്ന് അന്വേഷിച്ചു പോവുക. ഗാന്ധിജിയുടെ ജീവിതത്തിൽ വളരെയധികം ഉൾക്കൊണ്ട വല്ലവരൊക്കെ ഉണ്ടോ എന്ന് അന്വേഷിക്കുക. ഇവിടെയൊക്കെ കാണാം. അപ്പോ ഗാന്ധിജി ദിവസവും തൻ്റെ പ്രാർത്ഥനയിൽ ഈശാവാസ്യ ഉപനിഷത്ത് ചൊല്ലുമായിരുന്നു. ഈശാവാസ്യം എന്നുള്ള ഉപനിഷത്തിലെ ഈശാവാസ്യം ഇതം സർവം യത്കിഞ്ച ജഗത്യാന്തകത് തേന തെക്തേന പുഞ്ചീത മാകൃതകൃസി സിദ്ധനം. ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിലെ സ്ഥിതപ്രജ്ഞയോഗം അത് ചൊല്ലുമായിരുന്നു. ഇന്ന് അതൊക്കെ അറിയുന്ന കോൺഗ്രസ്സുകാർ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. കാരണം ഗാന്ധിജിയുടെ ജീവിതചര്യകളായിരുന്നു ഇതൊക്കെ. പിന്നെ അദ്ദേഹത്തിൻ്റെ രഘുപതി രാഘവ രാജാറാം തുടങ്ങിയുള്ള വൈകുന്നേരം പ്രാർത്ഥന കഴിഞ്ഞിട്ടാണല്ലോ അദ്ദേഹം പ്രസംഗങ്ങൾക്ക് പോവാറ്, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾക്ക് പോവാറ്. പ്രാർത്ഥന അദ്ദേഹത്തിന് കൃത്യമായി അദ്ദേഹം കൊണ്ടു നടക്കുക. ഈ പ്രാർത്ഥിക്കുന്ന സാധനങ്ങൾ ഉപനിഷത്തുക്കളും ഗീതയുമൊക്കെ ആയിരുന്നു എന്ന് എത്ര പേർക്കറിയാം? പക്ഷെ നമ്മുടെ സമൂഹമുണ്ടല്ലോ, ഇന്നല്ലെങ്കിൽ നാളെ ഈ ചരിത്രമൊക്കെ പഠിക്കും. ഇത് പഠിക്കുമ്പോഴാണ് ഇന്നത്തെ കോൺഗ്രസ്സുകാരോട് വളരെ പുച്ഛം തോന്നുന്നത്. കാരണം ഗാന്ധിജിയുടെ പേരും പറഞ്ഞ് ഗാന്ധിജി ചെയ്തത് ഒരു ചുക്കുമറിയാത്ത കുറെ ഗാന്ധിജിയുടെ അനുയായികൾ എന്ന് പറയുന്ന കുറെ വെറും
രാഷ്ട്രീയം വെറും രാഷ്ട്രീയം, ആത്മീയതയില്ലാത്ത രാഷ്ട്രീയം. അത് കുറേ കഴിഞ്ഞാൽ ജനങ്ങളിതൊക്കെ തിരിച്ചറിയും. അപ്പം അതുകൊണ്ട് ആത്മീയത ഉൾക്കൊള്ളണം. ഗാന്ധിജിയുടെ അനാസക്തി യോഗം അതൊന്ന് വായിക്കണം. നിങ്ങൾ ഗാന്ധിജിയുടെ ആളാണെങ്കിൽ അതൊന്ന് വായിക്കണം. ഞങ്ങൾ ഗാന്ധിജിയുടെ പരമ്പര ഉൾക്കൊള്ളുന്നവരാണെന്നൊക്കെ പറഞ്ഞ് അഭിമാനിക്കുന്നവർ കുറേ പേരുണ്ടല്ലോ. ആ പേര് നാമത്തിൽ കൊണ്ട് നടക്കുന്ന കുറെ നാമധാരികളുണ്ട്. അവർക്ക് പോലും ഗീതയുടെ വല്ലതും അറിയുമെന്ന് എനിക്കറിയില്ല. ഏതായാലും ഇവിടെ കൃഷ്ണൻ നമ്മളോട് പറയുന്നു, ജീവിതത്തിൽ നിരാശ കൊണ്ട് ജീവിക്കരുത്. പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ വരുമ്പോഴും നമ്മുടെ ചിന്തകളെ നമുക്ക് ഉദാത്തമാക്കണം, ഉന്നതമാക്കണം, ശ്രേഷ്ഠമാക്കണം. അപ്പം അതിന് നമ്മളെ സഹായിക്കുകയാണ് ഇവിടെ കൃഷ്ണൻ. അപ്പം നാം എത്തി നിൽക്കുന്നത് ഗീതയിലെ 4-ാം അധ്യായത്തിലെ 41-ാം ശ്ലോകത്തിലാണ്. നമുക്ക് ആ ശ്ലോകം ഒന്ന് വായിച്ച് അതിന്റെ അർത്ഥത്തിലേക്ക് കിടക്കാം. യോഗ സന്യസ്ത കർമാണം ജ്ഞാന സംഛിന്ന സംശയം ആത്മവന്തം ന കർമാണി നിബന്ധന്തി ധനഞ്ജയ. ഒന്നുകൂടി ചൊല്ലാം. യോഗ സന്യസ്ത കർമാണം ജ്ഞാന സംഛിന്ന സംശയം ആത്മവന്തം ന കർമാണി നിബന്ധന്തി ധനഞ്ജയ. ഈ ശ്ലോകങ്ങളൊക്കെ നമ്മൾ ശരിക്കും ഒരു ആചാര്യമുഖത്ത് നിന്ന് കേട്ടിട്ടില്ല എങ്കിൽ കൺഫ്യൂഷനേ ഉണ്ടാവും. കാരണം കൃഷ്ണൻ ഉപയോഗിക്കുന്ന വാക്കുകളുടെയൊക്കെ സ്ഥൂലാർത്ഥം എടുത്താൽ തെറ്റിപ്പോവും. ഉദാഹരണത്തിന് സന്യസ്ത കർമാണം, കർമ്മങ്ങളെയൊക്കെ നിങ്ങൾ സന്യസിക്കുക, സന്യസിക്കുക എന്ന് പറഞ്ഞാൽ പൊതുവെ എല്ലാം വിടുക, ഉപേക്ഷിക്കുക എന്നൊക്കെയല്ലേ, ത്യാഗം എന്നുള്ളതാണ്. അപ്പൊ കർമ്മം ത്യജിക്കാനാണോ കൃഷ്ണൻ പറഞ്ഞത് എന്ന് സംശയിക്കാം. അതുപോലെ തന്നെ ജ്ഞാന സംശയം, ജ്ഞാനം കൊണ്ട് സംശയം സംഛിന്നം, ചിഹ്നം എന്ന് പറഞ്ഞാൽ ഇല്ലാതെയാക്കുക. എങ്ങനെയാണ് നമുക്ക് സംശയങ്ങൾ പൂർണ്ണമായി ഇല്ലാതെയാക്കാൻ പറ്റുക? കാരണം ജ്ഞാനം കൂടുന്നതോറും പുതിയ സംശയങ്ങൾ വന്നു, പുതിയ കാര്യങ്ങൾ, പുതിയ സംശയങ്ങൾ, പുതിയ കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള അന്വേഷണം. അപ്പം ജ്ഞാനം കൂടുന്തോറും കൂടുതൽ അറിയാനുള്ള ജിജ്ഞാസയും സംശയങ്ങളും വരികയല്ലേ ചെയ്യുക. ഇങ്ങനെയും സംശയമില്ല അതേവ. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ശ്രദ്ധിച്ച് വായിച്ചിട്ടില്ല എങ്കിൽ ആകെ അപകടമാണ്. അപ്പൊ എന്താ കൃഷ്ണൻ പറയുന്നത്? യോഗ സന്യസ്ത കർമാണം. ഇപ്പൊ ഇവിടെ യോഗ എന്ന വാക്ക് വളരെ ശ്രദ്ധിക്കുക നിങ്ങൾ. ഇവിടെ കൃഷ്ണൻ പറയുന്ന യോഗ എന്ന ശബ്ദത്തിനർത്ഥം നിങ്ങൾ ഇന്ന് സൂര്യ നമസ്കാരമോ മറ്റ് ആസനങ്ങളോ അല്ല. കാരണം യോഗ എന്ന് കേട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് പത്മാസനം, ശീർഷാസനം, സൂര്യ നമസ്കാരമൊക്കെ. ഇവിടെ ഒരു ശാരീരിക എക്സസൈസിനെ അല്ല കൃഷ്ണൻ യോഗ എന്ന് പറയുന്നത്. ഇവിടെ യോഗ എന്ന വാക്കിന്റെ അർത്ഥം യോജിപ്പിക്കുക, യോഗം ചെയ്യിക്കുക. ഏതിനോടാണ് മനസ്സിനെ യോഗം ചെയ്യിക്കേണ്ടത്? എപ്പോഴും അത് ഓർക്കുക. അതാണ് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്. മനസ്സ് എപ്പോൾ അത് നേരിടുന്ന പല പ്രശ്നങ്ങളോടും യോഗം ചെയ്യുന്നുവോ എന്ന് വെച്ചാൽ താതാത്മ്യപ്പെടുന്നുവോ, ഐഡന്റിഫൈ ചെയ്യുന്നുവോ, ഒട്ടലുണ്ടാക്കുന്നുവോ, അപ്പോഴാണ് നമ്മൾ ദുഃഖിയാവുന്നത്, വിഷമമുള്ളവരാകുന്നത്, പരാജിതരാകുന്നത്, ഡിപ്രഷനിലേക്ക് പോകുന്നത്, ഫ്രസ്ട്രേഷനിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരാളുടെ മനസ്സിലൊരു വിഷമം തട്ടുമ്പോൾ മനസ്സ് പെട്ടെന്ന് അതിലേക്ക് അങ്ങോട്ട് ചേർന്ന് പോകും. ഇപ്പൊ നിങ്ങൾ സിനിമ കാണുന്ന സമയത്ത് നിങ്ങൾ തിയേറ്ററിൽ സുഖമായിട്ടിരുന്ന്, ചിലരാണെങ്കിൽ ഈ തിയേറ്ററും ബേബിക്കോണും തമ്മിൽ എന്താ വ്യത്യാസം, ഒരു അനുഭവം എന്ന് എനിക്കറിയില്ല. എല്ലാ തിയേറ്ററിലും ഈ പോപ്കോൺ, ബേബിക്കോൺ അല്ല, പോപ്കോൺ കൊണ്ടുവയ്ക്കും, കുറയ്ക്കാനായിരിക്കാം. പണ്ടൊക്കെ ഈ നിലക്കടലയായിരുന്നു, ചെറിയ പേപ്പറിൽ ഇങ്ങനെ ചുരുട്ടിയിട്ട്. അപ്പോ ആളുകൾ ഇങ്ങനെ നിലക്കടലയൊക്കെ മേടിച്ച്, അല്ലെങ്കിൽ ഈ പോപ്കോണൊക്കെ മേടിച്ച് അവിടെ ഇരുന്ന് ആ തിയേറ്ററിലെ ആൾക്കാരൊക്കെ വന്നു, സമയമായി അടിച്ചു, സിനിമ തുടങ്ങി. ആദ്യത്തിരി എല്ലാവർക്കും ഇങ്ങോട്ട് പോകണം തോന്നും. കാരണം പെട്ടെന്ന് പോട്ടേന്ന്, ഡയറക്ടർ മറ്റത് മറിച്ചതെന്നൊക്കെ പറഞ്ഞ് കുറേ കുന്തണ്ടാവും. അതുകൊണ്ട് മൂവി അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നോക്കൂ, ആ സ്ഥലം വളരെ ശാന്തമായി. പിന്നെ ആ തിയേറ്ററിൽ മുഴങ്ങുന്ന സിനിമയിലെ ഡയലോഗുകളും അതിലെ മ്യൂസിക്കും അതിലുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഇതൊക്കെ മാത്രമേ ഉള്ളൂ. ആളുകൾ ആ കഥയിലേക്ക് അങ്ങനെ താതാത്മ്യപ്പെട്ടു. അതിൻ്റെ ഇടയിൽ ആ കഥയിൽ തമാശകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ഓഡിയൻസ് ചിരിക്കുന്നത്. അവിടെ ദുഃഖമുള്ള അനുഭവങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് കാണാം
എന്നൊക്കെ പറഞ്ഞ് മൂളൽ, ചിലരിങ്ങനെ ടിഷ്യൂ പേപ്പറൊക്കെ എടുത്ത് തുടയ്ക്കുന്നത് കാണാം. അവിടെ വല്ല ഇടിയാണ് നടക്കുന്നതെങ്കിൽ അത് വളരെ ശ്രദ്ധിക്കണേ. ചിലപ്പം പുറകിലുള്ളവന്റെ കാലുണ്ടാകും. തിയേറ്ററിൽ ഇപ്പോഴൊക്കെ നല്ല ക്ലാസ് ഇതൊക്കെ ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഉണ്ടല്ലോ പുറകിൽ നിൽക്കുന്നവന്റെ കാല് നമ്മുടെ മൂർധാവിൽ വരും. ഈ ചില ഫുട്ബോൾ കളിയിലൊക്കെ ഉണ്ടല്ലോ, പെനാൽറ്റി ഒക്കെ അടിക്കുന്ന സമയത്ത് പുറകിലുള്ളവർക്ക് അതിന്റെ സ്പിരിറ്റ് കയറി കഴിഞ്ഞാൽ അവനിങ്ങനെ കാല്, ഈ പെനാൽറ്റി അവനും അടിക്കണേ, മറ്റവന്റെ കൂടെ കളിയിൽ അങ്ങനെ മുഴുകിയിരിക്കുക. ചിലപ്പം മുന്നിലിരുന്ന് ഇങ്ങനെ പഠിക്കുന്നത് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നവന്റെ തലയ്ക്കായിരിക്കും മറ്റവന്റെ അടി വരുന്നത്. അത്ര താതാത്മ്യപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല എന്താ ചെയ്യുന്നത്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളോട് മനസ്സങ്ങോട്ട് താതാത്മ്യപ്പെടും, യോഗം ചെയ്യും, അസോസിയേറ്റ് ചെയ്യും, ഇൻവോൾവ് ചെയ്യും. അപ്പം നാം അതിൻ്റെ വിക്ടിമായി. ഇപ്പം എന്താണ് ദുഃഖം എന്നതിന് കൃഷ്ണൻ തരുന്ന നിർവചനം, നമുക്കുണ്ടാകുന്ന ഒരു വിഷമ അനുഭവമായിട്ട് മനസ്സിന്റെ താതാത്മ്യമാണ്, മനസ്സിന്റെ ഇൻവോൾവ്മെന്റ് ആണ് ദുഃഖം. ശരിക്കും പറഞ്ഞാൽ അനുഭവമല്ല ദുഃഖം, അനുഭവത്തിലുള്ള നമ്മുടെ ഇൻവോൾവ്മെന്റ്. കാരണം അനുഭവങ്ങൾ എങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ അനുഭവങ്ങളും നിങ്ങൾക്ക് ഇൻവോൾവ്മെന്റ് ഉണ്ടാവണമെന്നില്ല. നിങ്ങൾക്ക് ഏതിലാണോ കൂടുതൽ ഇൻവോൾവ്മെന്റ് അതിലേ ദുഃഖമുള്ളൂ. നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ പല അനുഭവങ്ങളും നിങ്ങൾക്ക് വേദന ഉണ്ടെങ്കിലും അതിനപ്പുറത്ത് വേദന എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്കായിരിക്കും ശ്രദ്ധിക്കുക. ഉദാഹരണത്തിന്, നിങ്ങളുടെ മൊബൈൽ നഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് വളരെ വിഷമമായിരിക്കും. കാരണം നിങ്ങളുടെ നമ്പറുകളൊക്കെ നഷ്ടപ്പെട്ടു. ആ സമയത്ത് നിങ്ങളുടെ മൊബൈലൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ തിരയാണ് എവിടെയാണ് മൊബൈൽ പോയത്. തിരഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ റൂമിലോ അല്ലെങ്കിൽ എവിടെയാണ് പോയെന്ന് വെച്ചാൽ ഒരു മേശയുടെ താഴെ അവിടെ എന്തൊക്കെയോ കൂട്ടിയിട്ടുണ്ടാവും, അവിടെ എങ്ങാനും വീണിട്ടുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി കടലാസൊക്കെ എടുത്ത് മാറ്റുമുണ്ട്. ഒരുത്തനോട് തലപൊക്കും. നിങ്ങൾ അവിടെ നിന്ന് ഇളകിയാൽ അവൻ ആഞ്ഞു കുത്തും, നിങ്ങളുടെ നേരെ അവൻ തലപൊക്കി നിൽക്കുക. ഞാൻ ചോദിക്കട്ടെ, മൊബൈൽ പോയ സങ്കടമാണോ ഇപ്പോൾ ഉള്ളത്? നിങ്ങളൊരു നിമിഷം നിങ്ങളുടെ ജീവിതത്തിൽ മരണത്തെ നിങ്ങൾ കാണുകയാണ്. ഒന്നിളകിയാൽ കൊത്തു കിട്ടിയിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടത്? മൊബൈൽ വേണോ? രക്ഷപ്പെടണം? മനസ്സ് മാറി. അപ്പൊ അങ്ങനെ നമ്മുടെ മനസ്സെന്ന് പറയുന്ന സാധനം ഒരു ചിന്തയിൽ നിന്ന് വേറൊരു ചിന്തയിലേക്ക് കടക്കാൻ കഴിയുന്നത് കൊണ്ടാണ് നമുക്ക് ആ ചിന്തയെ മാറ്റാൻ പറ്റിയത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ കൃഷ്ണൻ പറയണു, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം, ആദ്യത്തെ ലക്ഷ്യം എന്തായിരിക്കണം? ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, ഒന്നാമത്തത് മനസ്സിനെ മാറ്റാൻ കഴിവുള്ളവരാണെന്നുള്ള തിരിച്ചറിവ്. രണ്ടാമത്തത് നമുക്ക് വേണ്ടത് യോഗ സന്യസ്തകർമാണം. ഇവിടെ സന്യസ്ത എന്ന് പറഞ്ഞുകൊണ്ട് അർത്ഥമാക്കുന്നത് കർമ്മങ്ങളെ സന്യസിക്കുക എന്ന് പറഞ്ഞാൽ, കൃഷ്ണൻ ഇവിടെ പറയുന്നത് നമ്മൾ സന്യസിക്കേണ്ടത് എന്താണ്? അതെപ്പോഴും ഓർക്കുക, പ്രവൃത്തികളെ നമുക്ക് സന്യസിക്കാൻ പറ്റില്ല. കൃഷ്ണൻ കർമ്മത്തെ സന്യസിക്കാനല്ല പറഞ്ഞു, പ്രവൃത്തി സന്യസിക്കാനും പറ്റില്ല. നമുക്ക് ശ്വാസം എടുക്കുന്നു വിടുന്നു നമുക്ക് വിടാൻ പറ്റൂ. നിങ്ങളുടെ ശരീരത്തിൽ നടക്കുന്ന പ്രവൃത്തികൾ നിങ്ങൾക്ക് വിടാൻ പറ്റും. കണ്ണു തുറക്കുന്നു, അടയ്ക്കുന്നു, ഉണരുന്നു ഒക്കെ വിടാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് വിശപ്പും ദാഹവും ഉണ്ട്, അപ്പൊ നിങ്ങൾക്ക് വെള്ളം കുടിച്ചേ പറ്റുള്ളൂ, അത് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് വിശപ്പിന് വേണ്ടി വല്ലവരും ഭക്ഷണം തരുന്നുണ്ടെങ്കിൽ നിങ്ങളും പ്രവർത്തിക്കേണ്ടതുണ്ട്, നിങ്ങൾക്ക് ഇത് ഒഴിവാക്കാൻ പറ്റും. ഈ ലോകത്തിൽ ആരും പ്രവർത്തിക്കുന്നില്ലെങ്കിൽ പിന്നെ ആർക്ക് ഊണ് കഴിക്കാനുണ്ടാവും? അപ്പൊ ഇവിടെ ഭക്ഷണം കഴിക്കണം, ജീവിക്കണം. അപ്പൊ ശരീരത്തിന് ആരോഗ്യമുണ്ടാവും, ചലനം ഉണ്ടാവണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ, ഇവിടെ പ്രവൃത്തികളൊക്കെ ഉണ്ടെങ്കിൽ ഈ ജീവിതം അങ്ങോട്ട് മുന്നോട്ട് നടക്കും. അപ്പൊ ഒരു ചോദ്യം, ഇവിടെ എന്തിനാണ് പിന്നെ കളയേണ്ടത്? സന്യസിക്കേണ്ടത് എന്തിനാണ്? സന്യസിക്കേണ്ടത് മറ്റൊന്നുമല്ല, നമുക്ക് ഒഴിവാക്കേണ്ടത് നമ്മുടെ മനസ്സ് നല്ല പ്രവൃത്തികളിലൊക്കെ ഇൻവോൾവ് ചെയ്യുമ്പോഴും അവിടെ നമുക്കൊരു ദുരന്തം നമ്മളെ കാത്തിരിക്കുന്നത്, നാം നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അംഗീകാരവും നമുക്ക് ബഹുമാനവും നമുക്കൊരു സ്ഥാനവും കിട്ടാനൊക്കെ നമ്മൾ ആഗ്രഹിക്കും. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വിഷമങ്ങൾ വന്നാൽ ആ നിരാശ നമ്മളെ സ്വാധീനിക്കും. ഇപ്പൊ രണ്ട് കാര്യത്തിൽ നിന്ന് മനസ്സിനെ മുക്തമാക്കണം. രണ്ട് കാര്യത്തിൽ. ഒന്നാമത്തത്, നമ്മുടെ ജീവിതത്തിൽ നമ്മളിൽ നിക്ഷിപ്തമായ കടമകളെ ചെയ്തുകൊണ്ടിരിക്കുകയും വേണം. എന്നാൽ അതേ സമയം നമുക്ക് അപ്രീഷിയേഷൻ കിട്ടിയെന്ന് വരില്ല, അംഗീകാരം കിട്ടിയെന്ന് വരില്ല. അതൊന്നും നമ്മുടെ പ്രവർത്തനത്തെ ബാധിക്കരുത്. അപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ
ഉപേക്ഷിക്കേണ്ടത് ആ ഒരു ആറ്റിറ്റ്യൂഡാണ്. അതായത് ഓൺലി വെൻ ഐ ഗെറ്റ് ഐ വർക്ക് എന്നത് മാറ്റുക. എനിക്ക് എന്തെങ്കിലും കിട്ടിയാലേ ഞാൻ പ്രവർത്തിക്കുള്ളൂ. നമ്മളെ സംബന്ധിച്ച് വർക്ക് ചെയ്യുക, പ്രവർത്തിക്കുക എന്നതിന് പ്രാധാന്യം കൊടുക്കുക, സേവനം ചെയ്യുക. അങ്ങനെ എല്ലാവരും ഒന്ന് പ്രവർത്തിച്ചു നോക്കൂ, നിങ്ങൾക്ക് കാണാൻ മാറ്റം. നമുക്ക് അംഗീകാരം കിട്ടിയാലും അംഗീകാരം കിട്ടിയില്ലെങ്കിലും, നമ്മളെ അനുമോദിച്ചാലും അനുമോദിച്ചിട്ടില്ലെങ്കിലും നമുക്ക് പ്രവർത്തിക്കുക, നമ്മുടെ പ്രവൃത്തി നന്നാക്കുക, ക്വാളിറ്റി, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതിൽ ഫോക്കസ് ചെയ്യുക, ബാക്കിയുള്ളതൊക്കെ നമുക്ക് വന്നുകൊള്ളും. പ്രത്യേകിച്ച് യുവാക്കളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും ക്ലാസ്സുകൾ എടുത്തു നോക്കൂ. ക്ഷേത്രത്തിൽ പലതും സംഘടിപ്പിക്കുകയാണ്, കുറേ കാര്യങ്ങൾ. ക്ഷേത്രം ഒരു ദിവസം വൃത്തിയാക്കുന്ന കാര്യം, സേവനവാരം, ഒരാഴ്ച ക്ഷേത്രം വൃത്തിയാക്കുക, അല്ലെ പൊതുസ്ഥലങ്ങൾ, ഇങ്ങനെ പലതിനും മുന്നിട്ട് ഇറങ്ങി നോക്കുക. അങ്ങനെ നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ചുറ്റുപാടിൽ മാറ്റമുണ്ടാവും, നമ്മുടെ വ്യക്തിത്വത്തിൽ മാറ്റമുണ്ടാവും. കാരണം നമുക്ക് കുറേ കൂടി എങ്ങനെയാണ് ഒരു കാര്യം ഭംഗിയായിട്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു എക്സ്പോഷർ നമ്മുടെ ജീവിതത്തിൽ വരും. ഇനി രണ്ടാമത് കൃഷ്ണൻ പറയും, ജ്ഞാന ചിന്ന സംശയ